കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാ ഷമിക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതുണ്ടല്ലോ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ കുറേ നാളായി രാവിലത്തെ വിശേഷങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് വിചാരിച്ച് നമുക്ക് രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ചെയ്യാം, വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചതാ. രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എന്നത്തെയും പോലെ തന്നെ പതിവ് പോലെ തന്നെ രാവിലെ അടുക്കളയിലൊക്കെ കയറി ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് കുക്കറിനകത്താണ് ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചോറൊക്കെ അവിടെ റെഡിയായ സമയത്തേക്ക് ഞാൻ ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് തേങ്ങയും സവോളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് തോരനൊക്കെ വേഗം തന്നെ റെഡിയായി കിട്ടുമല്ലോ. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഓരോരോ ലൈക്ക് വെച്ച് അടിക്കണേ. കമൻ്റ് ഇടുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ എന്താണെന്ന് അറിയത്തില്ല, ഇഷ്ടംപോലെ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് വരുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ലൈക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലാത്തത് കൊണ്ടാണോ ലൈക്ക് തരാത്തത്, അതോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നത് കൊണ്ടാണോ ലൈക്ക് തരാത്തത് എന്നൊന്നും എനിക്കറിയില്ല. അപ്പം പറ്റുവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും നമ്മളെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വിലയേറിയ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം പിന്നെന്താണ്, നമ്മുടെ ബീട്രൂട്ട് തോരനൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ച് പിന്നെ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ചെറിയ ചാറുകറി വെക്കാൻ പോകട്ടോ. ചാറുകറി വെള്ളരിക്കായും തക്കാളിക്കായും കൂടെയൊക്കെ ഇട്ട് ഒരു ഒഴിച്ചു കറി കേട്ടോ. അപ്പോൾ കുക്കറിനകത്ത് വെള്ളരിക്കയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പാത്രത്തിൽ കടുകൊക്കെ താളിച്ച് കുക്കറിനകത്തുനിന്ന് നമ്മുടെ വെള്ളരിക്കായും തേങ്ങയൊക്കെ അരച്ച് ചേർത്തതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട്. ഒരു നാടൻ കറി കേട്ടോ. അപ്പോൾ ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ചാറും പപ്പടവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ കറികൾ എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ചോറും കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡിയാക്കും കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ ചോറും കറിയും വെക്കുന്നത് നമ്മുടെ ഹസ്ബൻഡിന് രാവിലെ ചോറും കറിയൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടോ രാവിലെ തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കുന്നത്. പിന്നെ ദോശ കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരാഗ്രഹം മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് മാവിരിപ്പുണ്ടായിരുന്നു, ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശമാവ് കൊണ്ട് ഞാൻ നല്ല അടിപൊളി മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് നല്ല വലിയ റൗണ്ടൊന്നും ആയിട്ടില്ല, നല്ല ഷേപ്പൊന്നും വന്നിട്ടില്ല എങ്കിലും നമ്മുടെ ആഗ്രഹം, നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് വീട്ടിലിതുപോലെ ഹോട്ടലിലെ പോലെ വലിയ വലിപ്പത്തിലൊന്നും കിട്ടിയില്ലെങ്കിലും ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം ഞാൻ ദോശക്കല്ലിലേക്ക് മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒരുവിധമൊക്കെ ഞാനിങ്ങനെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ശരിയാകും, ഇടയ്ക്ക് ഇങ്ങനെ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ എന്തോ ഒരുവിധമൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വേവിച്ച് എടുത്തത് സവോളയൊക്കെ ഇട്ട് അറിയാമല്ലോ എല്ലാവർക്കും മസാല. അപ്പം ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കിനെ പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് എൻ്റെ നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുക കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന നെയ്യായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. ഞാൻ നെയ്യ് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ. വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുക കേട്ടോ. പാല് വാങ്ങിക്കുമ്പോൾ പാല് കാച്ചി വെച്ചിട്ട് അതിൽ നിന്ന് നെയ്യെടുത്ത് ചിലപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കിന് നെയ്യ് എടുത്തിട്ട് നെയ്യാക്കും കേട്ടോ. അപ്പോൾ പാൽപ്പാട എടുത്ത് വെച്ച് നെയ്യാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ക്രിസ്പിയായി നല്ല മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചൂടോട് കൂടിയിട്ടുള്ള നമ്മുടെ മസാല ദോശയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മസാല ദോശയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഷാമിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മസാല ദോശ വീട്ടിലുണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചട്നി ആയിരുന്നു കേട്ടോ, ഒരു മുളക് ചട്നി. അപ്പം നമ്മുടെ രാവിലത്തെ ദോശയും റെഡിയായി, രാവിലെ അടുക്കളയിലെ നമ്മുടെ കഞ്ഞിയും കറിയും റെഡിയായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് 8 മണിയായപ്പോൾ ഷാമികേനെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. 9:30 ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. അപ്പം 8 മണിയാകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അതിന് മുമ്പ് എഴുന്നേക്കാൻ നോക്കിയാൽ നടക്കത്തില്ല കേട്ടോ. അപ്പം 8 മണിയായ സമയത്തേക്ക് ഞാൻ പോയി വിളിച്ച് പിന്നെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ചായയൊക്കെ കുടിപ്പിച്ച് കുളിച്ച് ഞങ്ങൾ സ്കൂളിലേക്ക് പോവാം കേട്ടോ. അപ്പം അങ്ങനെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഷാമികേനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള പിന്നെ ജോലികളാട്ടോ ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയും ആ പരിപാടി റെഡിയാവും കേട്ടോ. അത് കഴിയുമ്പം പിന്നെ നമുക്ക് കുറേ പണികളുണ്ടല്ലോ, അതൊക്കെ ഇതിനിടയിൽ നടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ
എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ശാമിക മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ. അപ്പോൾ ശാമിക മോൾ എഴുന്നേറ്റ് വന്നത് ആ ചായ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചപ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നോക്കി ഓരോ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ ചായയൊക്കെ കൊടുത്ത് ആദ്യം ഇതെന്തോ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അതങ്ങ് കഴിച്ചു കേട്ടോ. മൊബൈൽ നോക്കിയാട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു ശീലമായി പോയതല്ല, ഫോൺ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചോളും. ഒന്നാമത് സ്കൂളിൽ പോകാൻ തിരക്കായതുകൊണ്ട് അപ്പം പിന്നെ മൊബൈൽ മേടിച്ച് വെക്കാറില്ല, കഴിച്ചോട്ടേ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഫോൺ ഉണ്ടെങ്കിൽ വയറ് നിറച്ച് കഴിക്കുമല്ലോ എന്ന് ഓർത്താട്ടോ ഞാൻ ഫോൺ കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇങ്ങനെ ഫോൺ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ എന്നാലും നമ്മുടെ കാര്യം നടക്കണ്ടേ, അതുകൊണ്ടാട്ടോ. അപ്പം അങ്ങനെ ചായയൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി സ്കൂളിലേക്ക് പോവാട്ടോ. ഇപ്പം ഭയങ്കര തണുപ്പല്ലേ രാവിലെ. അപ്പോൾ തണുപ്പായതുകൊണ്ട് ആൾക്ക് എഴുന്നേക്കാനും ഒക്കെ ഭയങ്കര മടിയാട്ടോ. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം ശരിക്കും മടിയാണ്. നമുക്ക് എല്ലാവർക്കും മടിയല്ലേ രാവിലെ ഈ തണുപ്പത്ത് എഴുന്നേക്കാൻ. അപ്പോൾ ആ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഹെയർ ബാൻഡൊക്കെ വെച്ച് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടോ. ചില ദിവസം ഞങ്ങൾ കോട്ടിടും തണുപ്പായതുകൊണ്ട്. അപ്പോൾ ഇന്ന് കോട്ടൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ ഹെയർ ബാൻഡൊക്കെ വെച്ച് ഞങ്ങൾ സ്കൂളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി കേട്ടോ. സ്കൂളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും 9:20 കേട്ടോ. 9:30 ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. 9:20 ഞങ്ങൾ സ്കൂളിലെത്തി കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂളിലെത്തി ഹെയർ ബാൻഡൊക്കെ ഊരി ഞാൻ വാങ്ങിച്ചു. പിന്നെ സ്കൂളിലേക്ക് ബാഗൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ചായയൊക്കെ കുടിച്ച് പിന്നെ എൻ്റെ ജോലികളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വീഡിയോ. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ കമൻറ്റ് ഇടാൻ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ കൂട്ടുകാരും കമൻറ്റ് ഇടുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.